أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും വെള്ളിയാഴ്ചകളിൽ നാം നമ്മുടെ ആദർശ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിശ്വാസ ആദർശങ്ങളെക്കുറിച്ച് സ്വഭാവ സവിശേഷതകളെക്കുറിച്ച്, അതുപോലെ തന്നെ ഹജ്ജ് എന്ന പ്രതീകാത്മകമായ ആരാധനയെക്കുറിച്ച്, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത്തരം ഇബാദത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയ ഒരു നിഅമത്താണ്. അതൊക്കെ നമ്മെ പഠിപ്പിച്ചത് നിരന്തരം സർവശക്തനായ അല്ലാഹുവിനെ ഓർക്കുവാനും അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനുമാണ്. എല്ലാ ആരാധനകളും വിശ്വാസിയെ പഠിപ്പിക്കുന്നത് അള്ളാഹുവെ സ്മരിക്കുക എന്ന വലിയ ഒരു ഗുണം വിശ്വാസിയിലുണ്ടാകുവാൻ. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്തിനാണ് ഹജ്ജ് എന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചത് ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ് ഫി അയ്യാമി മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അതിൻ്റെ വിശദ വിവരങ്ങളും വിഷയങ്ങളുമൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ഇவ்விதം നിങ്ങൾക്ക് നിശ്ചയിച്ചത് ഒട്ടേറെ ഗുണഗണങ്ങൾ അതിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഒപ്പം വയദ്കുറു ഇസ്മല്ലാഹ് ഫി അയ്യാമിൻ മഅലൂമാത്ത്, ഹജ്ജിൻ്റെ നിർണിത ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുന്നതിനും വേണ്ടിയാണ്. ഈ അയ്യാമും മഅലൂമാത്ത് അല്ലെങ്കിൽ അയ്യാമും മഅദൂദാത്ത് എന്നൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പഠിപ്പിച്ചതിനെ അത് ഹജ്ജിൻ്റെ ദിവസങ്ങളാണ്, അയ്യാമു തശ്രീഖാണ്, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ആദ്യ 10 ദിനങ്ങളാണ് എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ പഠിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടെ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അറഫാത്തിൽ നിന്ന് അവിടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ പ്രാർത്ഥനയിലായിരുന്നു അറഫയിൽ ഹാജി. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ മശ്അറുൽ ഹറാമിലേക്ക് അഥവാ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം സ്മരിച്ചുകൊണ്ടിരിക്കുക.
ഇനിയും അതുപോലെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹജ്ജിന്റെ അവസരങ്ങളിൽ ജാഹിലിയ കാലത്തുള്ള മനുഷ്യന്മാർക്ക് ഒരു പതിവുണ്ടായിരുന്നു. അത് അവരുടെ മരിച്ചുപോയ ആളുകളെക്കുറിച്ച് ഓർക്കുകയും അവരെക്കുറിച്ച് ധാരാളം അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമ്പ്രദായം തിരുത്തിയിട്ട് പറഞ്ഞു, കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞിട്ട് നിങ്ങളെ പിതാക്കളെ ഓർക്കുന്ന നല്ല നല്ല ഗുണഗണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ അവിടെ സമ്മേളിച്ചിരുന്നത്. എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ വല്ലിപ്പ അങ്ങനെയായിരുന്നു, മൂപ്പര് പാവങ്ങളെ ഭക്ഷിപ്പിക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു, കഷ്ടപ്പെടുന്ന ആളുകളെ കഷ്ടപ്പാട് തീർക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പിതാമഹന്മാരുടെ അനുസ്മരണം നടത്തുകയും അവരെ അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തി. എന്നിട്ട് പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്മരിക്കേണ്ടത് സർവശക്തനായ അല്ലാഹുവിനെയാണ്. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞാലും പെരുന്നാൾ കഴിഞ്ഞാലും അതുപോലെ തന്നെ വേറെ ഏത് ഇബാദത്തുകൾ കഴിഞ്ഞാലും അള്ളാഹുവിനെ ഒരു കാരണവശാലും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്ന ഒരു പാഠം ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ അഅറാഫിലെ 205-ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഉദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ. പ്രവാചകരെ അഭിസംബോധനം ചെയ്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. പ്രവാചകരെ, എപ്പോഴും താങ്കളുടെ രക്ഷിതാവിനെ നാഥനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. ഫീ നഫ്സിക്, താങ്കളുടെ മനസ്സിൽ. തളർറുഅൻ, വിനയപുരസ്സരം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന വിനയാന്വിതമായ ഒരു മനസ്സ് ആ സന്ദർഭത്തിലുണ്ടാകണം. വഖീഫ, റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു ഭയവും സത്യവിശ്വാസിക്ക് ആ സ്മരണയിൽ ഉണ്ടാകണം. വദൂനൽ ജഹ്ർ, അതൊരിക്കലും ഉറക്കയാകരുത്. വലിയ കോളാമ്പി മൈക്ക കെട്ടിയിട്ട് ആകരുത് എന്ത് ചെയ്യേണ്ടത്, ദിക്റും സ്വലാത്തും ചെല്ലേണ്ടത്. അതിൻ്റെ മര്യാദയാണ് പഠിപ്പിച്ചത്. അത് മനസ്സിൽ വളരെ ചെറിയ ശബ്ദത്തിൽ, വലിയ ശബ്ദം ഉച്ചത്തിലല്ല, ആ രൂപത്തിലാകണം അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്. അപ്പൊ അതല്ലാത്ത സ്മരണകൾ ഉണ്ടായിരുന്നു, ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. ഇന്നും ജാഹിലിയത്ത് ബാക്കിയുള്ളവർ അങ്ങനെ തന്നെയാണ്. ദിക്റും സലാത്തൊക്കെ മൈക്കി കൂടി ചെല്ലിയിട്ട് ആ ഒരു കോളാമ്പി എത്രയാണോ കിട്ടുന്നത് അത്രയാണ് ആ സ്വലാത്തിൻ്റെ മെച്ചം പറയാറുള്ളത്. ചില സ്വലാത്ത് വീരന്മാർ പറയും മൈക്ക നമ്മൾ തന്നെ കൊണ്ടുവന്നോളാന്ന്. കാരണം അതിൻ്റെ കമ്മീഷനായിട്ട് ഇനി മറ്റവർക്ക് കൊടുക്കാനാവൂല എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അവരെന്നെ ഏറ്റെടുത്തിട്ട് ആ ലക്ഷക്കണക്കിന് രൂപ ഫിക്സ് ചെയ്ത് ആ മൈക്കൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് പരിസരത്തൊന്നും ഇനി ഒരു മുസ്ലിമും ഇതിൻ്റെ ശല്യം കേൾക്കാതെ ബാക്കിയുണ്ടാകരുത് എന്ന രൂപത്തിലാണ് പലരും ഇതൊക്കെ നടത്താറുള്ളത്. കൃത്യമായ ഒരു നിർദ്ദേശം ആ ഇബാദത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. തളർറു വേണം, ഖുഫിയത്ത് വേണം, വദൂനൽ ജഹ്ർ എന്ന് ഒന്നും കൂടെ ആ പറഞ്ഞ കാര്യത്തിന് പതുക്കേന്ന് പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാ ഉറക്കയാകരുത് എന്നൊന്നും കൂടെ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യത്തിന് ഒന്നും കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാ. ആ രൂപത്തിലാകണം ഈ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്, അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്. മിനൽ ഖൗൽ ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവെ സ്മരിച്ചുകൊണ്ടിരിക്കണം. വസ്ബിർ റബ്ബക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അള്ളാഹു വസ്ബിർ മഅല്ലദീന എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമഅയിലെ ഒരു പരാമർശം നമുക്കറിയാമല്ലോ. ഒരിക്കലും അള്ളാഹുവെ മറന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്. പിന്നെയോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പമാകണം പ്രവാചകരെ താങ്കൾ എന്ന് കൃത്യമായ നിർദ്ദേശം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്.
ബിൽഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. ഒരിക്കലും അശ്രദ്ധരുടെ കൂട്ടത്തിൽ പ്രവാചകരെ താങ്കൾ ഉൾപ്പെടാൻ പാടില്ല എന്ന വലിയ ഒരു പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഇവിടെ നൽകുകയാണ്. ഒരു സ്വഹാബി വന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, പ്രവാചകരെ, കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനാണ്, കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പഠിക്കാൻ നിവൃത്തിയില്ല, ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിച്ച് കൂടുതൽ ചെയ്യാൻ കഴിയുന്നയാളല്ല ഞാൻ. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഇന്ന ശറായി അൽ ഇസ്ലാം കസുറത്ത് അലയ്യ. അതൊക്കെ കുറച്ച് എനിക്ക് ഇടങ്ങാറായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് താങ്കൾ എനിക്ക് മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റിയ ലളിതമായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണം. ഫഖാല, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാവം സഹാബി വര്യനോട് പറഞ്ഞു, ലാ യസാലു ലിസാനക റുതബൻ മിൻ ദിക്രില്ലാഹി അസ്സ വജൽ. താങ്കളുടെ നാവ് എപ്പോഴും അല്ലാഹുവെ കുറിച്ചുള്ള സ്മരണയാൽ പച്ച പിടിച്ചതായിരിക്കണം. ഉറങ്ങാൻ പാടില്ല, ഉണങ്ങാനും പാടില്ല. ഏത് സമയത്തും ഈ സിക്റുള്ള, അത് എല്ലാ ഇബാദത്തിന്റെയും ഏറ്റവും വലിയ ഒരു ബൈ പ്രൊഡക്റ്റ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിക്റുള്ളയാണ്. ആ സിക്റുള്ള എപ്പോഴും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിനാണത്? സിക്റുള്ളല്ലാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യന് ക്രൂരമായ ചെയ്തികൾ ചെയ്യാൻ തയ്യാറാകുന്നത്. അള്ളാനെ മറന്ന് ജീവിക്കുമ്പോഴാണ് അയാൾ എല്ലാവിധ വൃത്തികേടുകൾക്കും അയാൾ വശംവദനായിത്തീരുന്നത്. അള്ളാഹുവിനെ മറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക്, ദുശ്ചെയ്തികൾക്ക് അവൻ വശംവദനായി മാറുക എന്നതാണ്. അവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ മറക്കാതിരിക്കുക, അതാണ് ആ ദിക്റുള്ളയുടെ വലിയ പ്രാധാന്യം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാഠം അതാണ്. മസലുല്ലദീ യദ്കുറു റബ്ബഹ് വല്ലദീ ലാ യദ്കുറു റബ്ബഹ് മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ഒരാൾ തന്റെ റബ്ബിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാള് റബ്ബിനെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നു. അയാൾ ഹയ്യും മയ്യിത്തും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അള്ളാഹുവിനെ സ്ഥിരമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസി ഒരു ജീവനുള്ള മനുഷ്യനെ പോലെയാണെങ്കിൽ, അള്ളാഹുവിനെ എല്ലാം നൽകിയ അള്ളാഹുവിനെ മറക്കുന്ന മനുഷ്യനോ അവൻ ഒരു മയ്യിത്ത് കണക്കെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ മനസ്സ് മരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥന പഠിപ്പിച്ചത്. പള്ളിയിൽ കയറുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിയിട്ട്, ഫളിൽ തേടിയിട്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അതുണ്ട്. നല്ല ഭക്ഷണം കാണുമ്പോൾ നമ്മളൊക്കെ മറക്കും, പടച്ചോനും മറക്കും. എന്നിട്ട് മൂക്കറ്റം വാരി തിന്നും, എന്നിട്ട് ഏമ്പക്കെട്ട് എണീറ്റ് പോകും. ഇതൊരു പോത്തിനും സാധിക്കുന്നതാണ്. ആ പോത്തിനേക്കാൾ വലിയ ഒരു നേട്ടം എന്താണ് ഈ മനുഷ്യൻ ഇവിടെ ചെയ്തത്? പക്ഷേ എന്നാ വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസിയോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ. അവൻ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നത്. റബ്ബേ, ഈ ഭക്ഷണം എന്നിൽ നിന്നുള്ള യാതൊരു ശ്രമവുമില്ലാതെയാണല്ലോ നാഥാ നീ എനിക്ക് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കുന്നത്, അവസാനിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ പറഞ്ഞിട്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അങ്ങനെ തന്നെ മനുഷ്യന്റെ നിസ്സാരത അവിടെ അംഗീകരിച്ചുകൊണ്ടാണ് ആ സത്യവിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ ഒരു ട്രഷർ, കെൻസ് എന്താന്ന് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥന. വളരെ വിശദമായ വ്യാഖ്യാനങ്ങൾ ഹദീസ് പണ്ഡിതന്മാര് ആ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥനയ്ക്ക് നൽകിയിട്ടുണ്ട്.
യാതൊരു കഴിവും എനിക്കില്ല, ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും എന്ന് പറയുന്നതുണ്ടല്ലോ, മൗഢ്യമാണ്. അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നടന്ന ഒരു വലിയ വിമാനാപകടത്തിന്റെ ഞെട്ടൽ മാറാതെയാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. കുറച്ചു ദിവസം നമ്മൾ അതിന്റെ വാർത്തകൾ, ആ ദുരന്തങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും, വായിച്ചുകൊണ്ടിരിക്കും, കേട്ടുകൊണ്ടിരിക്കും. നൂറുകണക്കിന് മനുഷ്യന്മാര് എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് ആ വിമാനത്തിൽ കയറിയത്. ഏറ്റവും അപകടം കുറഞ്ഞ യാത്ര എന്ന് പറയുന്നത് വിമാനയാത്രയാണ്, നമുക്കറിയാം. ഈ പോയ വിമാനത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? കത്തിയ പൊട്ടിത്തെറിച്ച വിമാനത്തെ ഇല്ല. ഡ്രീം ലൈനർ എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ ഏറ്റവും നല്ല വിമാനമാണ്. ലോകത്തെ തന്നെ ഏറ്റവും നല്ല വിമാനങ്ങളിൽ ഒരു വിമാനമാണ് ഈ വിമാനം. പക്ഷേ ആ മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളും എല്ലാ കഴിവുകളുമുണ്ട് എന്ന് അഭിമാനിച്ച ആളുകളുടെ കഴിവുകളുമൊക്കെ നിഷ്പ്രഭമാകുന്ന രൂപത്തിൽ സത്യവിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിന്റെ അർത്ഥവും വ്യാഖ്യാനവും വളരെ വിശദമായി ഹദീസ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതേക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയും ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? വജാഅ ഫീ മഅന അൽ ഹൗൽ ബിഅന്നഹു അൽ ഹറക വൽ ഹീല ഐ ലാ ഹറകത വലാ ഇസ്തിതാഅ വലാ ഹീല ഇല്ലാ ബിമശീഅത്തില്ലാഹി തആല. ഏതൊരു സന്ദർഭത്തിലും ഏതൊരു നിമിഷത്തിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തോന്നലുണ്ടല്ലോ, ഞാൻ അങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാം ആ ഓരോ ചലനവും അള്ളാഹുവിൻ്റെ ഇംഗിതത്തിനനുസരിച്ചല്ലാതെ സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ഏതൊരു ശർറ് തടുക്കാനും ഏതൊരു ഖൈറ് നേടിയെടുക്കാനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. ഏതൊരു തിന്മയിൽ നിന്ന് എനിക്ക് മാറി നിൽക്കുവാനുള്ള ശേഷിയും ഏതൊരു നന്മ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കഴിവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നത്. ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ പള്ളി പോകണമെന്ന് മനസ്സുണ്ട്, പക്ഷെ അത് എത്തുന്നില്ല. അവിടെ വിശ്വാസി ഏറ്റുപറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഏറ്റുപറയുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതിന് അറബി ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഹൗഖലത്ത് എന്നാണ് പറയാ. എന്താണ് ഹൗഖലത്തിന്റെ പ്രാധാന്യം എന്നറിയോ? വിശ്വാസി പറയാണ്, വരണമെന്നുണ്ട്, ഞാൻ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനിതാ ഒളു എടുക്കുകയാണ്, ഞാനിതാ വരാൻ ഒരുങ്ങാണ്, പക്ഷേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആലോചിച്ച് നോക്കുങ്ങള് ആ ഒരു ദിക്റിന്റെ പ്രാധാന്യം. അത് സ്വർഗത്തിന്റെ കെൻസാണ്, ട്രഷറാണ്, അമൂല്യമായ ഒരു നിധിയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. നമുക്കത് പറയാനെന്ത് എളുപ്പമാണ്, പക്ഷെ എത്ര പേരുണ്ട് പറയുന്നവർ? നമുക്ക് ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. നോമ്പായാലും പെരുന്നാളായാലും ഹജ്ജായാലും അതുപോലെ തന്നെ ബലിയായാലും മറ്റെന്തെല്ലാം കർമ്മങ്ങളുണ്ടെങ്കിലും അതൊക്കെ വിശ്വാസിയെ പഠിപ്പിച്ചത് ദിക്റുള്ളയാണ്. ആ ദിക്റുള്ള ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും മറക്കാതെ മായാതെ കൊണ്ടു നടക്കുക എന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു സംഗതിയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹുവെ സ്മരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ
ദിക്റിൻ്റെ മജ്ലിസുകൾ സംഘടിപ്പിച്ച് അതിൽ പോയി പങ്കെടുത്താൽ മാത്രമേ ഓൻ ദിക്റ് ചെല്ലിയവനാകൂ, അല്ലെങ്കിൽ ആ ദിക്റിൻ്റെ ആളായി മാറൂ എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവെക്കുറിച്ച് ഓർക്കുന്ന, അള്ളാഹുവെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, അള്ളാഹുവിനെക്കുറിച്ച് പരാമർശിക്കുന്ന സദസ്സുകളൊക്കെ ദിക്റിൻ്റെ ഹൽക്കകളാണ്. അത് കൂട്ടം കൂടി ചെല്ലുക എന്നുള്ളതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു സംഗതിയാണ്. ദിക്റുമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ചില ആളുകളൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഇത്തരം സദസ്സുകൾ പോയി ഇരിക്കാറുള്ളതും അതിൻ്റെ ഒരു മെമ്പറായി മാറാറുള്ളതും. ദിക്റുള്ളയുടെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ, എന്തേ പിന്നെ ഒന്നിച്ചു ചെല്ലിയെന്ന് വിചാരിച്ച്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അദ്ദേഹം കൂഫ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചു കണ്ട് സുബ്ഹിക്ക് നിസ്കരിക്കാനെത്തിയവരാ. അവരുടെ കയ്യിൽ കല്ലുകളുണ്ടായിരുന്നു, ചരൽ കല്ലുകൾ. ഒരാൾ കോലു ഹല്ലിലൂമി എന്ന് പറയാണ്, നിങ്ങൾ 100 വട്ടം തഹ്ലീലാണ് ചൊല്ലിക്കൂടിയെന്ന്. അപ്പം എല്ലാവരും കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുകയാണ്. അതാണ് കഴിഞ്ഞിട്ട് മറ്റേ ആൾ പറയാണ് ഹമിദൂമി ഒരു 100 വട്ടം ഹംദും കൂടെ ചൊല്ലിക്കൂടി. അപ്പം എല്ലാവരും കൂടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നങ്ങനെ അവർ ചരൽ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ചിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വിവരം കേട്ടപ്പോൾ കൂഫ പള്ളിയിലേക്ക് ധൃതിയിൽ പോയി. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങളത് പഠിപ്പിച്ചത്? അവരെ മറുപടി മാ അറദിനാ ഇല്ലൽ ഖൈർ, നല്ലതല്ലേ, എല്ലാവരും സുബഹിസ്കരിക്കാൻ വന്നാണ്, നേരത്തെ എത്തിയവരാണ്, ആ നേരം കണക്കാക്കാൻ വേണ്ടി എന്നാ വെറുതെ ഇരിക്കണ്ടല്ലോ, ഉറങ്ങി തൂങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ ചെല്ലിയതാണ്, വലിയ കൂലിയുള്ള കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ നന്മ വിചാരിച്ച കുറേ ആൾക്കാർക്ക് ആ നന്മ കിട്ടിയിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹിൻ്റെ റസൂൽ ഉപയോഗിച്ച വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച മണ്ണിൻ്റെ പാത്രം പൊട്ടിപ്പോയിട്ടില്ല. അപ്പോഴേക്കും അവ മുഫ്തിഹു ബാബൽ വലാല, വലാലത്തിൻ്റെ പുതിയ ഒരു കവാടം തുറക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഖൈറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇത്തബിഉ, അള്ളാഹിൻ്റെ റസൂൽ എന്താണോ കാണിച്ചെന്നോ അത് മാത്രം ചെയ്യുക. വലാ തബ്തദിഉ, ഒരിക്കലും നിങ്ങൾ ബിദ്അത്തായ കാര്യം ചെയ്യരുത്. ഇന്നിപ്പോൾ ദിക്റുള്ള പറയുമ്പോൾ ആദ്യം ബിദ്അത്തായ സദസ്സുകളാണ് നമ്മളുടെ മനസ്സിൽ വരിക. യഥാർത്ഥത്തിൽ ഇതൊരു ദിക്റിൻ്റെ മജ്ലിസാണ്. കാരണം അള്ളാഹുവെക്കുറിച്ച് പരാമർശിക്കുന്നു, കേൾക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നു. ഇത് ഒരു ദിക്റുള്ളയുടെ സദസ്സാണ്. ഇങ്ങനെ എവിടെയൊക്കെ ദീനീ സദസ്സുകളുണ്ടോ അത് ദിക്റുള്ളയുടെ സദസ്സാണ്. ഇനി ഒറ്റയ്ക്കും അത് ആ അള്ളാഹുവെക്കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങൾ ഏത് സമയത്തും അള്ളാഹുവിനെ സ്മരിക്കുക. കാരണം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ അദ്വിതീയരാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പ്രവാചകൻ പഠിപ്പിച്ച വചനം? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഫീ ത്വരീഖത്തി മക്ക ഫമറ അലാ ജബലിൻ യുഖാലു ലഹു ജുംദാൻ ഫഖാൽ സീറു ഹാദാ ജുംദാൻ സബഖൽ മുഫർരിദൂൻ, അദ്വിതീയർ മുൻകടന്നുപോയി. ഖാലു വമൽ മുഫർരിദൂൻ, ആരാണ് പ്രവാചകരെ ഈ അദ്വിതീയർ എന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പോ ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സാക്കിറൂന അല്ലാഹ കസീറൻ വസ്സാക്കിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണെന്ന് പ്രവാചകൻ പരാമർശിക്കുകയുണ്ടായി. അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ആ ദൈവസ്മരണ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമസ്കാരത്തിലൂടെ അതാണ് ചെയ്യുന്നത്. ദിക്ർ ദുആകളിലൂടെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സ് മരവിക്കാതെ ഏത് സമയത്തും റഹ്മാനായ റബ്ബിനെ ഓർത്തു കഴിയുന്ന, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ദിക്ർ ദുആകൾ എപ്പോഴും ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളുകളായിരിക്കണം നമ്മൾ. ഒരു സദസ്സ് പിരിയുമ്പോൾ പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു മര്യാദ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, മൻ ജലസ ഫീ മജ്ലിസിൻ, ഒരാൾ ഒരു സദസ്സിലിരുന്നു, ഫകസുറ ഫീഹി ലഗതു, അവിടെ കുറേ ഇന്ന് അങ്ങനെ വർത്താനം പറഞ്ഞു. ഫഖാല ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസിഹി ദാലിക്, അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ആ സത്യവിശ്വാസി ഇങ്ങനെ പ്രാർത്ഥിച്ചു, സുബ്ഹാനക അല്ലാഹും, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ളതാണ്.
അല്ലാഹുവേ നിന്റെ വിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കട്ടെ. വബിഹംദിക് അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത് നീയല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു വ്യക്തി ഇല്ല, ഒരു ശക്തി ഇല്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തനിച്ച മുവഹിദാണ് ഞാൻ എന്നർത്ഥം. അസ്തഗ്ഫിറുക് നാഥാ ഞാൻ നിന്നോട് എന്നിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങൾക്കും പൊറുക്കലിനെ തേടുകയാണ്. വഅതൂബു ഇലൈക് നാഥാ ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരാള് പ്രാർത്ഥിച്ചിട്ടാണ് ആ സദസ്സിൽ നിന്ന് പിരിയുന്നത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇല്ലാ കഫറല്ലാഹു ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക് അവിടെ എന്ത് അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യവിശ്വാസിക്ക് ആ തിന്മ മായ്ച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ സുപ്രധാനമായ ഒട്ടേറെ സംഗതികൾ ദിക്റുള്ളയുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുത്തഖികളാകാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതേത് രൂപത്തിൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടോ അവരുടെ എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നുള്ള എല്ലാവിധ പകയിൽ നിന്നും അതുപോലെ തന്നെ ശത്രുതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത വ കൈഫ ശിഅ്ത ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹസ്ബുനല്ലാഹ് നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.